ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ലോങ് വീഡിയോയാണ് കേട്ടോ. അത്രക്ക് ലോങ് ആണ്. അതായത് കൺമഷി ഉണ്ടാക്കണ ഒരു വീഡിയോയാണ് ഇന്ന് ചെയ്യണത്. ഈ കൺമഷി ഉണ്ടാക്കണത് എനിക്ക് നല്ല മടിയുള്ളൊരു കാര്യമാണ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് ഞാൻ ചെയ്യണേട്ട്. എനിക്ക് അത്ര മടിയുള്ളതാണ്. ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിൻ്റെ കണ്ടിട്ടുണ്ട്, കൺമഷി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ഉടായ്പിലൊന്നും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എന്ത് ചെയ്താലും അത് നല്ല ഭംഗിയായിട്ട് അത് കസ്റ്റമേഴ്സിന് കൊടുക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. എനിക്കിങ്ങനെ ഉടായ്പിലുണ്ടാക്കാനാണെങ്കിൽ എനിക്ക് നേരത്തെ കൺമഷി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഇത്രയും പണികൾ, ഒന്നാമത്തതിൽ എനിക്ക് സമയമില്ല. ഇപ്പം വീട്ടുപണിയും അതുപോലെ പിള്ളേരെ സ്കൂളിൽ വിടണം, വീട്ടിൽ പണിയുണ്ട്, അങ്ങനെ പിന്നെ കുറച്ച് ഓർഡേഴ്സൊക്കെ ഡെയിലി ഉണ്ടാവും. അതൊക്കെ എനിക്ക് കൊറിയർ ചെയ്യണം. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പണി ഇത്തിരി റിസ്ക് ആയിട്ടുള്ള പണിയാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ കൺമഷി അങ്ങോട്ട് മാറ്റി വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പം കസ്റ്റമറുടെ നിരന്തരമായ ആവശ്യപ്രകാരമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യാതെ എനിക്ക് നിവർത്തിയില്ലാത്ത അവസ്ഥയായി. അതായത് ഞാൻ ഓരോ കസ്റ്റമർ പറയുമ്പോഴും ഞാൻ അത് ചെയ്തിട്ടില്ല, സമയം കിട്ടിയില്ല, കുറച്ച് ഡേറ്റൊക്കെ പറയും, അടുത്ത മാസം ചെയ്യുക, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് കസ്റ്റമർ എന്നെ പിടിച്ച് വെച്ചേക്കാണ്, വിടാതെ എന്തായാലും കൺമഷി ഉണ്ടാക്കി തന്നെ എന്നും പറഞ്ഞിട്ട് പറഞ്ഞ് പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ കൺമഷി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണല്ല. ഞാൻ ഇൻട്രോ ഞാൻ ഇത്തിരി പിന്നീടാണ് എടുക്കണം. ഞാൻ ഇതിൻ്റെ കുറച്ച് പണികളൊക്കെ ഞാനെല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിത് ഇത്രയും ദിവസം മഴയൊക്കെ അല്ലായിരുന്നു. അപ്പം ഇപ്പം ഞാൻ പോയിട്ട് അതിന് വേണ്ടിയിട്ടുള്ളത് ഈ പാത്രം വാങ്ങാൻ വേണ്ടി പോയിക്കയറും. നമുക്ക് അതിൻ്റെ കരി എടുക്കണ്ടേ, അതിനായിട്ട് ചെയ്യുമ്പോൾ എന്തായാലും നല്ല രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ച് വീട്ടിലുള്ള പാത്രങ്ങളൊന്നും ഇതിനായിട്ട് എടുക്കണ്ടെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിലിപ്പോൾ എടുക്കാത്ത ഇങ്ങനെ സ്റ്റീൽ പാത്രമോ മൺകലമല്ലേ, ചട്ടിക്കലോ അല്ലേ, അങ്ങനത്തെ ഇതൊന്നുമില്ല, എല്ലാം ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പം ചെയ്യുമെന്ന് കുഞ്ഞു മക്കൾക്ക്, കുഞ്ഞു ബേബീസിനൊക്കെ ഇത് ഉപയോഗിക്കേണ്ടല്ലേ. അപ്പം ഞാൻ ഇത് പുതിയതായിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിപ്പം നല്ല വെയിലായിരുന്നു കേട്ടോ. വെയിലത്തുനിന്ന് കയറി വന്ന് നേരെ ഞാൻ വീഡിയോ ചെയ്യണേട്ടാ. എൻ്റെ മുഖത്ത് അതിൻ്റെ ഒരു ടയർഡ്നെസ് കാണാനുണ്ട്, വെയിലത്തുനിന്ന് കയറി വന്നാണ് കേട്ടോ. അപ്പം ഇതിലൊത്തിരി ആയുർവേദ മരുന്നുകളുണ്ട് കേട്ടോ. ഇതിൽ എന്താ പൂവാങ്കുരുന്നിലുണ്ട്, അതുപോലെ പനിക്കൂർക്ക, തുളസി, കയ്യോന്നി, നെല്ലിക്ക, നമ്മുടെ ബദാം, പിന്നെ അലോവേര, പിന്നെ വേറൊരു കല്ലുണ്ടല്ലോ ഉരച്ചിട്ട് ഇടണത്, അതെന്താ സംഭവം, പക്ഷെ പേര് കിട്ടല്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ പിന്നെ നെയ്യ്, ആവണക്കെണ്ണ, അങ്ങനെ ഒത്തിരി ആയുർവേദ മരുന്നുകൾ, എനിക്ക് അറിയാവുന്നതായ പരമാവധി മരുന്നുകൾ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത്രയധികം ഗുണങ്ങൾ നമ്മുടെ കൺപീലികൾക്കും കണ്ണിനൊക്കെ കിട്ടും. കണ്ണിനൊക്കെ നല്ല കാഴ്ചശക്തി കിട്ടാനും എല്ലാത്തിനും നല്ലതായിരിക്കും. ഈ നമുക്ക് കുറച്ച് ഏജ് ആവും തോറും നമ്മുടെ പീലിയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കൺമഷിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ കൺപീലിയൊക്കെ വളർന്ന് കുറച്ചുകൂടി യങ്ങായിട്ട് തോന്നിക്കും. അപ്പം ഞാൻ ഇതിനായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ഇതിപ്പോൾ തിരി കത്തിക്കാനുള്ള സംഭവങ്ങളാണ്, ബാക്കിയെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിനി അത് ചെയ്യട്ടെ. ഞാൻ ഇൻട്രോയായിട്ട് ഇത് കൊടുത്തിട്ട് പിന്നെ ഇതിന് വേണ്ടി ചെയ്ത ആദ്യം മുതലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓർഡർ അനുസരിച്ച് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ഭാഗങ്ങളായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മളിത് അതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അത് തുണിയിൽ മുക്കിയിട്ട് തുണി ഉണക്കിയെടുക്കണമല്ലോ. ഞാൻ തുണിയല്ല കേട്ടോ ഉപയോഗിച്ചത്, ഞാൻ കത്തിക്കുന്ന തിരി ഉണ്ടല്ലോ, ഈ പൂജാ സാധനങ്ങളൊക്കെ വാങ്ങണ ആ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് കത്തിക്കണ തിരി, അതിൽ മുക്കിയിട്ട് ആ തിരി ഉണക്കിയെടുക്കണ്ടേ. ഇത്ര ദിവസം നല്ല മഴയായിരുന്നല്ലോ, ഞാൻ ഫാനിൻ്റെ അടിയിൽ വെച്ച് ഞാൻ ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഓർഡറായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാനത് തിരി കത്തിക്കണ വീഡിയോ എടുക്കട്ടെ, അതനുസരിച്ച് ഓർഡറായിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമ്മൾക്ക് കൺമഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണിതെല്ലാം. ഇത് പൂവാങ്കുരുന്നിലുണ്ട്, അതുപോലെ തുളസി, കയ്യോന്നി, അതുപോലെ
ഇത് പനിക്കൂർക്കയില, അലോവേര ഒക്കെ വേരോട് കൂടിയാണ് കേട്ടോ എടുത്തേക്കണത്. അതൊക്കെ ഇനി നല്ലതായിട്ട് കഴുകിയിട്ട് നമുക്ക് മിക്സിയിലടിച്ച് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് കോട്ടണിൽ മുക്കി തണലത്ത്, ഇപ്പോൾ പിന്നെ തണൽ തന്നെ ഉള്ളൂല്ലോ, മഴയാണല്ലോ, തണലത്ത് ഇനിയിപ്പോൾ വെയിലുള്ള സമയമാണെങ്കിൽ പോലും അത് തണലിൽ തന്നെ ഉണക്കിയെടുക്കണം. എന്നിട്ടാണ് നമ്മൾ ആ തിരി കത്തിച്ച് കൺമഷി ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്കതിലേക്കായിട്ട് കാസ്റ്റർ ഓയിലും നെയ്യ്, പിന്നെ ഒരു നെല്ലിക്ക, 3 ബദാം, പിന്നെ അത് അഞ്ചനക്കല്ലാണ് കേട്ടോ. ഇത് ഒരകല്ലയിൽ അരച്ചെടുക്കണം. അതുപോലെ ഇതും നമ്മൾ കത്തിച്ചിട്ട് ഇതും ഒരകല്ലയിൽ അരച്ചെടുക്കണം. ഇതൊക്കെ പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചില്ല, ഞാൻ എടുക്കട്ടെ, മറന്നു ഇതാണ് ആ സംഭവം. ഇത് ബീവാക്സ് ആണ് കേട്ടോ. ഇത് ഇത്രയൊന്നും വേണ്ട, ഒരു ചെറിയൊരു പീസ് മതി. ഇത് നമുക്ക് ഇങ്ങനെ കണ്ണൊക്കെ എഴുതിയൊക്കെ പരക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കുറച്ച് ആഡ് ചെയ്യണത്. അതുപോലെ തന്നെ ഇതും നമ്മൾ ചേർക്കണത് പരക്കാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മളിപ്പോൾ ഇതും കണ്ണെഴുതിയിട്ട് പരക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്മച്ച് പ്രൂഫും വാട്ടർ പ്രൂഫും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഒറ്റ ദിവസം കൊണ്ടൊന്നും ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ, 2-3 ദിവസമൊക്കെ വേണം. ഇനിയിപ്പോൾ ഇന്ന് ഇതെല്ലാം ജ്യൂസാക്കിയിട്ട് കോട്ടൺ ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ കോട്ടൺ. ഇത് പൂജാ സാധനങ്ങളൊക്കെ വിൽക്കണ കടയിൽ നിന്ന് തിരി കത്തിക്കണില്ലേ, ആ ഒരു കോട്ടൺ ഇതാണ് കേട്ടത്. കോട്ടൺ തിരിയാണത്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് പേടിക്കണ്ടല്ല. കണ്ണിലൊക്കെ എഴുതുമ്പോൾ നമ്മൾ അത്രയധികം ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. അപ്പോൾ ഇത് കോട്ടൺ തിരിയാണ്. ഇത് കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇപ്പം ഇത് അധികം ജ്യൂസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ കുറച്ചധികം കൺമഷി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പം ഞാനിതെല്ലാം നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ട് മിക്സിയിലടിച്ച് അതിൻ്റെ നീരെടുത്തിട്ട് ഇത് ചെയ്യട്ടെ. ബാക്കി ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ കഴുകി ഞാനിത് മിക്സിയിലിട്ട് അടിക്കണം. അപ്പോൾ ഞാനൊരു അലോവേരയുടെ കണ്ടെടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ സ്കിൻ കളഞ്ഞിട്ടാണ് ഇടുന്നത്, ഫ്ലഷ് മാത്രമേ എടുക്കണുള്ളൂ. ഇനിയിപ്പോൾ എല്ലാ സ്കിന്നാർക്കും പറ്റിയെന്ന് വരില്ല, സ്കിന്നും കൂടി ഇടുമ്പോൾ അതിൻ്റെ ചൊറിച്ചിലൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ ഫ്ലഷ് മാത്രമേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലൊരു തുള്ളി വെള്ളം ചേർക്കാതെ നമുക്ക് ഇതിൻ്റെ ഒരു നനവ് കൊണ്ട് മാത്രം നമുക്കത് അടിച്ച് അതിൻ്റെ നീര് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പം നല്ല കുറുകിയ നീര് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നെല്ലിക്ക, അലോവേര, പൂവാങ്കുരുന്നില, തുളസി, പനിക്കൂർക്കയില, പിന്നെന്താ കയ്യോന്നി, ഇത്രയും സംഭവങ്ങളാണ്. നമുക്ക് കോട്ടൺ ഇതിലേക്ക് മുക്കിയിട്ട് കുറച്ചേരം മുക്കി അതിലിടാം കേട്ടോ, എന്നാലും അതിലേക്ക് നല്ല രീതിയിൽ പിടിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാ കോട്ടനും ഇതുപോലെ മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടിയും ഈ കോട്ടണിലേക്ക്, ഈ തിരികളിലേക്ക് ഇതിങ്ങനെ നീര് വലിച്ചെടുത്തോളും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ഉണങ്ങാൻ വെക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും കൺമഷി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ നാച്ചുറലായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി ഉപയോഗിച്ചാൽ നിങ്ങളുടെ കണ്ണിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമുക്ക് പ്രായമായി വരുന്നതോടെ നമ്മുടെ കൺപീലികളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് തുടങ്ങും. അപ്പോൾ പിന്നെ അതൊക്കെ പൊഴിഞ്ഞ് തുടങ്ങി പിന്നെ നമുക്ക് ഒന്നുകൂടി ഏജ് തോന്നിക്കും, കൺപീലികളായാലും പുരുകമൊക്കെ ആയാലും കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള കൺമഷിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കൺപീലികളുടെ ഗ്രോത്തിനും അതുപോലെ കണ്ണിൻ്റെ കാഴ്ചക്കൊക്കെ ഒത്തിരി ഗുണമായിരിക്കും കേട്ടോ, ഒത്തിരി നല്ലതായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഈ നീരൊക്കെ ഈ തിരിയിലേക്ക് നല്ല രീതിയിൽ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ഇനി തണലത്ത് ഉണക്കാൻ വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഓരോന്നായിട്ട് പെറുക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് പെറുക്കി വെച്ചിട്ട് നമുക്ക് ഇനി ഫാനിൻ്റെ അടിയിൽ വെച്ച് ഉണക്കിയെടുക്കാം കേട്ടോ. ഞാനിതത് ഓരോന്നായിട്ട് ചെയ്യട്ടെ കേട്ടോ. ഒത്തിരി പിഴിഞ്ഞ് കളയണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞാൽ മതി.
ഇതിപ്പോൾ ഒത്തിരി ഉണ്ട്. നമുക്ക് ഇത് ഉണക്കി വെച്ചിരുന്ന ആവശ്യത്തിന് കൺമഷി തീർന്നനുസരിച്ച് അത് കത്തിച്ചിട്ട് അത് കരിയെടുക്കാം കേട്ടോ. ഇത് ഓരോന്നോരോന്നായിട്ട് മാറ്റിയെടുക്കണം, എന്നിട്ടാണ് ഇങ്ങനെ ഇടാൻ പറ്റുള്ളൂ. ഇത് പൂജാ സാധനങ്ങളൊക്കെ വാങ്ങണ കടയിൽ നിന്നാണ് കേട്ടോ ഈ തിരി വാങ്ങണത്. അവിടെ നിന്നൊക്കെ നമുക്ക് വിശ്വസിച്ച് വാങ്ങാം, ഒറിജിനലായിരിക്കും. നല്ല കോട്ടനാണിത്. ഇപ്പോൾ നമ്മൾ ഇന്നലെ എടുത്ത് വെച്ചത് ഇതേ നന്നായിട്ടൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ. ഇനിയും ഒരു 2 ദിവസം കൂടി ഉണങ്ങേണ്ടതുണ്ട്. ഞാൻ ഈ ഫാനിൻ്റെ അടിയിൽ വെച്ചത്, എന്നാലും ഇത് ഇനിയും ഉണങ്ങാനുണ്ട്. ഒന്ന് വെള്ളം വലിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി 2 ദിവസം കൂടി ഉണങ്ങിയാലാണ് ഇത് നല്ലൊരു ഉണക്കാവുള്ളൂ. ഒന്നാമത്തേൽ മഴയല്ലേ, അപ്പോൾ പിന്നെ ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ടും കാര്യമില്ല. ഒരു റൂമിൽ തന്നെ ഒരു ഈർപ്പം ആണല്ലോ. അപ്പോൾ 2 ദിവസം കൂടി ഇങ്ങനെ ഇരിക്കട്ടെ. ഇന്നലത്തേക്കാളും ഇങ്ങനെ ഈ തിരിയിൽ നല്ലതായിട്ട് നല്ലപോലെ ആ ഒരു ജ്യൂസ് പിടിച്ചിട്ടുണ്ടല്ലേ, നല്ല ഒരു കളറുണ്ട്. ഇന്നലെ ഇത്രയും കളർ ഉണ്ടായിരുന്നില്ല നമ്മൾ വെക്കാൻ നേരം. ഇതൊക്കെ ഉണങ്ങിയിട്ട് നമുക്ക് അടിപൊളി കൺമഷി ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ തിരി ഇതേ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെങ്ങനെയെന്നുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് ഓരോന്നായിട്ട് ഞാൻ ഓരോ തിരി വെച്ച് കത്തിക്കാതെ കുറച്ച് എടുത്തിട്ടേ ഇങ്ങനെ കെട്ടിയിട്ട് ഒരുമിച്ച് വെച്ച് കത്തിക്കുകയാണെങ്കിൽ കുറച്ചുകൂടിയും പുക കൂടുതൽ കിട്ടുമല്ലോ. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഓരോന്ന് കെട്ടിയെടുക്കേണ്ട ഞാൻ. അപ്പോൾ ചിരാത് 4 എണ്ണമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് നെയ്യും ആവണക്കെണ്ണയും കുഴച്ച് കൊടുക്കാം. ഏതെണ്ണ വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ. നമുക്കിപ്പോൾ ആവണക്കെണ്ണയൊക്കെ ആകുമ്പോൾ കൺപീലികൾക്കൊക്കെ നല്ലതാണല്ലോ, അതാണ്. നാലും ഇതിലിങ്ങനെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടി ആവണക്കെണ്ണ ഒഴിച്ച് കൊടുക്കാം.
ഇനി കത്തിച്ചിട്ട് പ്ലേറ്റ് വെച്ച് മൂടിക്കൊടുക്കാം. ഇനി തിരി കത്തിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോഴാണ് കത്തിയത്. ആദ്യമായിട്ട് ചെയ്യണതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്കിത് എയർ പുറത്തേക്ക് പോകണ്ടേ, അതിന് വേണ്ടിയിട്ട് 2 സൈഡിലും ഒരു പാത്രങ്ങൾ വെച്ച് കൊടുത്തിട്ട് ഇനി ഈ പാത്രം വെച്ച് കൊടുക്കാം. നമുക്ക് ആ തിരി കത്തി തീർന്നിട്ട് ഇനി അടുത്തത് വെച്ച് കൊടുക്കാം. അങ്ങനെ മൊത്തത്തിൽ അതിങ്ങനെ കത്തിച്ചെടുക്കണം. തിരികളൊക്കെ നല്ല രീതിയിൽ കത്തണ്ട കേട്ടോ. കുറേ പുകയൊക്കെ പുറത്തേക്ക് പോവുകയാണ്. അപ്പം ഇത് പുകഞ്ഞ് അത് കത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് നിവർത്തി നോക്കട്ടെ. മൊത്തത്തിൽ അത് കരിഞ്ഞ് തീർന്നു. നമുക്കിനി അടുത്ത തിരി വെച്ചതുപോലെ ഇങ്ങനെ പുകച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഇത്രയും കരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിതൊക്കെ ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചുരണ്ടി എടുക്കട്ടെ. എന്നിട്ട് നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം. ക്യാമറ ഓണാക്കാൻ മറന്നു. ഇത് നമുക്കിത് നല്ല രീതിയിൽ അതിൻ്റെ കരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇനി നമുക്കിതിലേക്ക് അഞ്ചനക്കല്ല് ഉണ്ടാവും. ഇതാണ് അഞ്ചനക്കല്ല്. ഇത് നമുക്കിത് ഈ ഒരകല്ലയിൽ, ഇത് പൂജാ സാധനങ്ങളൊക്കെ വാങ്ങണ കടയിൽ നിന്നുണ്ട് ഈ ഒരകല്ല് വാങ്ങിയത്. ഈ അഞ്ചനക്കല്ല് അവിടെ നിന്ന് വാങ്ങിയത്. അതിങ്ങനെ ഉരച്ചൊരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലൊരക്കുകയാണെങ്കിൽ തരിയില്ലാതെ കിട്ടും. കണ്ടത് ഇതേപോലെ. ഇത് ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ, കുറച്ച് ചേർത്താൽ മതി. നമ്മുടെ കണ്ണിനൊക്കെ നല്ലതാണെന്നാണ് പറയണത്. അതുപോലെ ഇനി ബദാം അത് നമ്മൾ അതൊന്ന് കരിച്ചെടുത്തിട്ട് അതും ഇതുപോലെ കല്ലിൽ ഉരച്ച് ഇടണം. ബദാമൊക്കെ ഇടണത് ഇങ്ങനെ കൺമഷി ഇങ്ങനെ പരന്ന് പോവാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു ബദാം ഓയിലും നമ്മുടെ പീലികൾക്കൊക്കെ ഗുണം ചെയ്യുമല്ലോ. നാച്ചുറലായിട്ട് കിട്ടുന്ന ബദാം ഓയിലാണല്ലോ. ഞാൻ ആയുർവേദ കടയിൽ ആ വൈദ്യനോട് ചോദിച്ചിട്ട്, അപ്പോൾ ഒത്തിരി ഒന്നും ഇടണ്ട, ഈ അഞ്ചനക്കല്ല് കുറച്ച് ചേർത്താൽ മതി എന്ന് പറഞ്ഞ. ഇത് മതിയായിരിക്കും എന്ന് എനിക്ക് തോന്നണേട്ടോ. നമുക്ക് ബദാമും ഇങ്ങനെ പൊടിച്ച് ചേർക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ആവശ്യത്തിന് നെയ്യും ഈ ആവണക്കെണ്ണയും ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ചേർത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ.
കുറച്ചുകൂടി ആവണക്കെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇത് വളരെ കുറച്ചൊരു കൺമഷി ഉള്ളൂ കേട്ടോ ഇപ്പം ഇതിൽ. അതാണ് സംഭവം. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് കുറച്ച് ബീവാക്സ് ഇല്ലേ, ഈ തേനിൻ്റെ മെഴുക് കുറച്ചിട്ടിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് കുറച്ച് മെഴുക് ഇടാനുണ്ട് കേട്ടോ. മെഴുകല്ല, തേനിൻ്റെ മെഴുകില്ലേ, ബീവാക്സ്, അത് ഇടാനുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇനിയും ഇത് പുകയ്ക്കാനായിട്ടുള്ളത് ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ചെയ്തിട്ടുള്ളൂ. ആദ്യമൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇനി ഇവിടെ നിന്ന് വെള്ളമൊന്ന് ചൂടാവട്ടെ, നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഒറിജിനൽ കാജൽ ശരിയായിട്ടുണ്ട് കേട്ടോ. ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഇനിയും ഇരിക്കണത് കൂടി ബാക്കി ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ ആദ്യം തന്നെ ഇത് എങ്ങനെയാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്തൊന്ന് ചെയ്ത് നോക്കിയത്. ഇനി ബാക്കി തിരിയും കൂടിയും കത്തിച്ചിട്ട് എനിക്ക് ബാക്കിയും കൂടിയും ചെയ്യണം. അപ്പോൾ അടിപൊളി കാജൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല നാച്ചുറലായിട്ടുള്ള കാജൽ. ഈ ചൂടോടെ തന്നെ നമുക്കിത് ഒരു ബോട്ടിലേക്ക് മാറ്റാം കേട്ടോ. അപ്പം അടിപൊളി കാജലാണ്, റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എങ്ങനെ ഉണ്ടെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ കാജൽ ബോട്ടിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ എങ്ങനെയാണെന്നൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ കണ്ണിൽ എഴുതിയിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ? കണ്ണിലെഴുതി നോക്കട്ടെ കേട്ടോ. അടിപൊളി നല്ല കാജലാണ് കേട്ടോ. അടിപൊളി. ഇതിൽ നമ്മൾ കുറച്ച് അലോവേര ജെല്ലിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ അത് ഐലൈനറായിട്ട് കിട്ടും കേട്ടോ. അടിപൊളി നല്ല കാജൽ. ഓക്കേ.